Um, yeah, let's talk about money. Let's talk about money. പണവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വൊക്കാബുലറി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് as you know, we learn everything through TPR, total physical response. ഓക്കെ, ആൻഡ് മണി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സെൻറ്റൻസുകൾ പറയും മലയാളത്തിൽ. യു ക്യാൻ സേ ദാറ്റ്, യു ക്യാൻ പുട്ട് ഇൻ മലയാളം ആൻഡ് I'll give you real interesting phrases, stylish phrases for them. Yeah, go ahead. Yeah. അപ്പോൾ എനിക്ക് മലയാളികൾക്ക് കാശിന് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെന്താ പറയാറ്? ടൈറ്റാണ്. ബട്ട് ആക്ച്വലി ദാറ്റ്സ് എ മിസ്റ്റേക്ക്. ദാറ്റ്സ് വൺ ഓഫ് ദ പൊട്ടത്തരംസ്. യെസ് ഓർ നോ? സോ ആക്ച്വലി ടൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ടൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് മണി, അല്ലേ? പിന്നെ നമ്മൾ മലയാളികളുടെ പൊട്ടത്തരംസ് എന്ന് പറയുന്നത് ദർ ആർ മെനി. മലയാളികൾ എന്ന് പറഞ്ഞാൽ ഐ ആം വൺ അമംഗ് ദം, ഓൾറൈറ്റ്? ഓക്കെ, ഐ ആം എ മലയാളി, ഓൾറൈറ്റ്? സോ ഈ മലയാളികൾ എന്ന് പൊതുവെ പറയുമ്പോൾ ഞാനും അതിൽ പെടും. ഓക്കെ, ആൻഡ് മണി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്ന കുറച്ച് വൊക്കാബുലറിയാണ്. സോ ഫ്രീ യുവർ ഹാൻഡ്സ്. Okay, come on. I'm broke. I'm broke. നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈറ്റിലാണെന്നുള്ള അർത്ഥം. I'm broke. ഇപ്പോൾ ബ്രോക്ക് എന്ന് പറഞ്ഞാൽ മെനി പീപ്പിൾ മൈറ്റ് തിങ്ക് ബ്രോക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടി എന്നല്ല അർത്ഥം. എന്നാൽ ബ്രോക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടി എന്ന അർത്ഥമുണ്ട്. ബ്രോക്ക് എന്ന് പറഞ്ഞാൽ ഹാവിങ് നോ മണി എന്നർത്ഥം. ഹാവിങ് നോ മണി. പറഞ്ഞേ, I'm broke. I'm flat broke. നല്ല ടൈറ്റിലാണ്. I'm flat broke. Alright, come on. I'm broke. I'm flat broke. I'm short of money. ശ്രദ്ധിക്കണം, ഇത് ഷോർട്ടാണ്, സ്മോൾ അല്ല. ഓക്കെ, short of money. I'm short of money. Got it? You can also say I'm out of money. I'm out of money. ഈ ഔട്ട് ഓഫ് എന്തിനു ഉപയോഗിക്കാം? ഫോർ എക്സാമ്പിൾ പറഞ്ഞ I'm out of time. എനിക്ക് സമയമില്ല. ക്ലിയർ? I'm out of work. പറഞ്ഞേ, I'm out of work. എനിക്ക് വർക്കില്ല. മലയാളത്തിൽ പറഞ്ഞ വർക്കില്ല. ക്ലിയർ? I'm out of. ദെൻ ഇനി ഇല്ല എന്നുള്ളതിന് നമുക്ക് എന്താ പറയാം? എപ്പോഴും ഔട്ട് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, വി ആർ ഔട്ട് ഓഫ് വാട്ടർ. വി ആർ ഔട്ട് ഓഫ് പവർ. ഓക്കെ, യു ഗോട്ട് ഇറ്റ്? യാ, കം ഓൺ. Can you break a 500? ഒരു 500 രൂപ ഉടക്കാനുണ്ടാവുമോ? ചേഞ്ച് ഉണ്ടാവും എന്നർത്ഥം. Can you break a 500? യാ. നീ എനിക്ക് 500 രൂപ തരാനുണ്ട്. എങ്ങനെ പറയും? You owe me 500 rupees. You owe me 500 rupees. എനിക്ക് 500 രൂപ തരാനുണ്ട്. നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ ഓർത്തില്ലെങ്കിലും അവ ഇങ്ങനെ തരാനുള്ളത് നമ്മളത് കൃത്യമായിട്ട് ഓർക്കും. അതുകൊണ്ട് തന്നെ പറയാം, you owe me 500 rupees. ഞാൻ എനിക്ക് എത്ര തരാനുള്ളത്? അപൂർവമായിട്ട് ചോദിക്കുമല്ലോ. ഞാൻ എനിക്ക് എത്ര തരാനുള്ളത്? Come on, how much do I owe you? How much do I owe you? Clear? Yeah, first one. I'm flat broke. I'm short of money. I'm out of money. Then can you break a 500? Okay. You owe me 500 rupees. You owe me 500 rupees. ഞാൻ എനിക്ക് എത്ര തരാനുള്ളത്? How much do I owe you? How much do I owe you? Clear?